ഒരു ഭാഗത്ത് DMK സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ വീതിച്ചു നൽകി തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് പടപ്പുറപ്പാട് എങ്ങനെ ആർക്കൊപ്പം എന്നറിയാതെയുള്ള കൺഫ്യൂഷനിലാണ് തമിഴ്നാട്. ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ അതെല്ലാം ഉയർത്തിക്കാട്ടി ഊതിക്കാച്ചി ജനങ്ങളെ സമീപിക്കാനുള്ള ഐക്യബോധം പ്രതിപക്ഷത്തിനില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം NDAയുടെ ഭാഗമായിരുന്ന അണ്ണാ DMK ആയിരുന്നു മുന്നണിയെ നയിച്ചിരുന്നത്. ഇപ്പോൾ അണ്ണാ DMK NDAയിൽ നിന്ന് പുറത്തുപോയി. BJP സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസം, അതുകൊണ്ടാണ് അവർ പോയത്. അണ്ണാ DMK മുന്നണിയിൽ നിന്നും പോയെങ്കിലും PMKയും DMDMKയും ഇപ്പോഴും BJPക്കൊപ്പമാണ്. DMK മുന്നണിയിൽ പാർട്ടികൾക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. ഇന്നും നാളെയുമായി DMK സ്ഥാനാർത്ഥി നിർണയവും നടക്കും. NDA വിട്ടില്ലെങ്കിലും ഇപ്പോഴും BJPക്കൊപ്പമാണെങ്കിലും DMDMKയും PMKയും അണ്ണാ DMKയുമായി ചർച്ച നടത്തിയിരുന്നു. രണ്ട് പാർട്ടികളും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പനീർശെൽവത്തെ ഒഴിവാക്കിയ ശേഷം എടപ്പാടി പളനിസ്വാമി എന്ന ഒറ്റ നേതാവിന് കീഴിലാണ് അണ്ണാ DMK ഇപ്പോൾ നീങ്ങുന്നത്. OPSനെ പിണക്കി അകറ്റിയതിൽ പ്രത്യാഘാതം പാർട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ വ്യക്തമാകും. പുതിയൊരു മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അണ്ണാ DMK. പുതിയ തമിഴ് കക്ഷി പോലുള്ള ചെറു പാർട്ടികളുമായുള്ള ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അണ്ണാ DMKയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടനെ ഒത്തുതീർപ്പാക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. ദക്ഷിണേന്ത്യയിലും BJP ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നടത്തണമെങ്കിൽ അത് അനിവാര്യമാണ്. അവരെ ഒപ്പം കൂട്ടണം. ദേശീയ നേതാക്കൾ എടപ്പാടി പളനിസ്വാമിയെ കണ്ട് ചർച്ച നടത്തിയേക്കും. ഈ ആഴ്ച പോംവഴി ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അടുത്ത പ്ലാനിലേക്ക് BJP കടക്കുകയുള്ളൂ. രാമനാഥപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്ഥാനാർത്ഥിയാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം അണ്ണാ DMKയുടെ അവസാന തീർപ്പിന് ശേഷമായിരിക്കും ഉണ്ടാകുന്നത്. നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തിയാൽ ദക്ഷിണേന്ത്യയിലാകെ അത് കരുത്തു പകരുമെന്ന് BJP കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ഒരു സീറ്റിൽ ഒതുങ്ങിയത് ശക്തമായ ഭരണവിരുദ്ധ വികാരം DMK തുണച്ചതുകൊണ്ടാണ്. മാത്രമല്ല, അണ്ണാ DMK അണികളിൽ ഒരു ഭാഗം ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നതും വോട്ടുകൾ ഭിന്നിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് നേടാനായത് എടപ്പാടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ മികവിൻ്റെ പിൻബലത്തിലായിരുന്നു. ആകെ കിട്ടിയ ലോക്സഭാ സീറ്റ് തേനിയിലാണ്. ജയിച്ചത് പനീർശെൽവത്തിൻ്റെ മകൻ രവീന്ദ്രനാഥും. ഇപ്പോൾ രണ്ടുപേരും അണ്ണാ DMKയിലില്ല, അതുകൊണ്ട് സീറ്റും ലഭിക്കില്ല. OPS ആകട്ടെ BJPയുമായി കൂട്ടുചേരാനാണ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ OPSനെയും ദിനകരനെയും അകറ്റി നിർത്തിയിരിക്കുകയാണ് BJP. കഴിഞ്ഞ തവണ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ കോൺഗ്രസിന് പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകളാണ് DMK നൽകിയത്. അതിൽ തേനിൽ അവർ തോറ്റു. ഇത്തവണ 7 സീറ്റ് നൽകിയാൽ മതിയെന്ന അഭിപ്രായം DMKയിലുണ്ടെങ്കിലും ഒടുവിൽ 10 സീറ്റ് നൽകേണ്ടി വരും. CPI CPM പാർട്ടികൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ 2 സീറ്റുകൾ നൽകി. കഴിഞ്ഞ തവണ 2 സീറ്റ് ലഭിച്ച VCK ഇത്തവണ 4 സീറ്റാണ് ചോദിക്കുന്നത്. വൈക്കോയുടെ MDMKയ്ക്ക് കഴിഞ്ഞ തവണ 1 സീറ്റും 1 രാജ്യസഭാ സീറ്റുമാണ് നൽകിയത്. ഇത്തവണയും ഇതേ ആവശ്യത്തിനൊപ്പം സ്വന്തം ചിഹ്നമായ പമ്പരത്തിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് വൈക്കോയുടെ ആവശ്യം. കഴിഞ്ഞ തവണ DMK ചിഹ്നമായ ഉദയസൂര്യനിലാണ് MDMK മത്സരിച്ചത്. എല്ലാ ഘടകകക്ഷികൾക്കും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റ് നൽകുമ്പോൾ പുതുതായി എത്താൻ താല്പര്യം കാണിക്കുന്ന കമലഹാസനെ എങ്ങനെ ഉൾപ്പെടുത്തുമെന്ന ആശയക്കുഴപ്പമാണ് DMKയ്ക്ക് ഉള്ളത്. കോൺഗ്രസിന് നൽകുന്ന സീറ്റിലാണെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് കമലഹാസനോട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൊതു സീറ്റ് നൽകിയാൽ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം DMK മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ മക്കൾ നീതി മയ്യം ചിഹ്നമായ ടോർച്ചിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഏറ്റവും ഒടുവിൽ കമലഹാസൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഏതായാലും ഈ ആഴ്ചയോടെ മുന്നണികളുടെ സീറ്റ് വിഭജനത്തിൽ ഏകദേശ രൂപമുണ്ടാകും.